നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ഇ ബെല്ല എന്ന ഇലക്ട്രിക് വാഹനമാണ്. ടൊയോട്ടയുടെ ഇന്ത്യയിലെ ആദ്യത്തെ EV ആണ് ഇ ബെല്ല. ഈ ബെല്ല കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാരുതിയുടെ ഈ വിറ്റാര കണ്ടതിൻ്റെ കുഴപ്പമാണ്. കാരണം മാരുതിയുടെ ഈ വിറ്റാരയുടെ ടൊയോട്ട വേർഷനാണ് ഈ ബെല്ല. നമ്മളിപ്പോൾ ഈ ബെല്ലയുമായിട്ട് നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയുള്ളൊരു പറമ്പിലാണ്. ഈ പറമ്പിൽ എനിക്ക് തോന്നുന്ന ഒരു 150ാമത്തെ വണ്ടിയാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വീഡിയോ എടുക്കുന്നതെന്നുള്ളതാണ്. പണ്ട് എനിക്ക് തോന്നുന്നൊരു 18 വർഷം മുമ്പ് ഞാൻ ഇന്ത്യ വിഷനിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം തൊട്ട് ഈ ഒരു പറമ്പ് നമുക്കായിട്ട് എഴുതി തന്നിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ പറയായിരുന്നു, എപ്പോഴെങ്കിലും ഒരു തവണ വരുമ്പോൾ കാണാം ഇവിടെ വില്ല കോംപ്ലക്സ് വരുന്നത്. അതുവരെ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത കാലത്ത് എന്നെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ടൊയോട്ടയാണ് EVകളുടെ കാര്യത്തിൽ ഇപ്പോഴും പിന്നിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ളതാണ്. EVകളാണോ ലോകത്തിൻ്റെ ഒരു ഭാവി, ലോക കാറുകളുടെ ഭാവി എന്ന് ചോദിച്ചാൽ ടൊയോട്ടയിലുള്ള എഞ്ചിനീയേഴ്സ് പലപ്പോഴും പറയുന്നത് EV അല്ല, അത് സ്ട്രോങ് ഹൈബ്രിഡ് ആണെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ വാഹനം നമുക്ക് തന്നുവിടുന്നതിനും ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആ പ്രസൻറ്റേഷൻ നടത്തിയ ആൾ പറഞ്ഞത് EVകളുടെ ഗുണഗണങ്ങളെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൊയോട്ടയുടെ മനസ്സ് മാറിയതാണ്. മനുഷ്യൻ്റെയും ടൊയോട്ടയുടെയും മനസ്സ് മാറാൻ വലിയ കാലമൊന്നും വേണ്ട എന്നാണ് ഇത് തെളിയിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് സുസുക്കിയും ടൊയോട്ടയും ചേർന്നാണ്. രണ്ടുപേരും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്ത വാഹനമാണ്. അതായത് ഒരേ ഡയമെൻഷനും ഒരേ തരത്തിലുള്ള മോട്ടറും ഒരേ തരത്തിലുള്ള ബാറ്ററിയും എല്ലാം തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മുൻഭാഗം ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം സൈഡ് പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വേറൊരു രൂപത്തിലായി കഴിഞ്ഞാൽ അതുപോലെ ഡെവലപ്മെൻറ്റൽ ചാർജസ് വരും കോസ്റ്റ് വരും എന്നുള്ളതുകൊണ്ട് തന്നെ അധികം മാറ്റങ്ങളൊന്നും ചെയ്യാതെ മുൻഭാഗം മാറ്റി എന്നുള്ളതാണ്. പക്ഷേ മുൻഭാഗം മാറ്റിയത് ഒരു ഗംഭീരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ വിറ്റാരയുടെ വീഡിയോ പറഞ്ഞിരുന്നു. വളരെ മൈൽഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അതിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഞാൻ മാരുതിയുടെ ആദ്യത്തെ EV വരുമ്പോൾ വാങ്ങിക്കാതിരുന്ന ആളാണ്. പക്ഷേ കാഴ്ചയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. പക്ഷേ ഈ വാഹനം കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നുന്നൊരു മുൻഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ആദ്യമായിട്ട് ഈ വിറ്റാര കണ്ടപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, വാഹനം ചെറുതാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അതെനിക്ക് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്രെറ്റ EVയോളം തന്നെ വലിപ്പമുണ്ട് ഈ വാഹനത്തിന്. 2700 വീൽ ബേസും മില്ലിമീറ്റർ വീൽ ബേസും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ കാഴ്ചയിൽ പെട്ടെന്ന് ഈ വിറ്റാരയുടെ കാര്യത്തിൽ വലിപ്പം തോന്നുന്നില്ലെങ്കിൽ ഈ വാഹനം കാണുമ്പോൾ വലിപ്പവും തോന്നുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ മുൻഭാഗമൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നത്. എന്തായാലും റേഞ്ച് മോശമല്ല, അതുപോലെ തന്നെ നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ എനിക്കൊരു 100 കിലോമീറ്ററെങ്കിലും ഓടിച്ചിട്ടുണ്ടാകും. നല്ല രസമാണ് ഓടിക്കാൻ, നല്ല സസ്പെൻഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രാജുവലായിട്ട് പവർ കയറി വരുന്നൊരു സംഭവമാണ്. ചവിട്ടിപ്പിടിച്ച് കുതിച്ച് കയറി പോകുന്ന EVകളുടെ ആ ഒരു പ്രശ്നം ഇതിനില്ല. പിന്നെ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ്, ഉൾഭാഗമൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ മത്സരം തുടങ്ങിയാണ്. ഇത് ഉണ്ടാക്കി രണ്ടുപേരും തമ്മിൽ മത്സരം. അതായത് മാരുതിയാണോ കൂടുതൽ ഈ വിറ്റാര വിൽക്കുക, അതോ ഈ ബെല്ല ടൊയോട്ട കൂടുതൽ വിൽക്കുമോ എന്നൊക്കെ കാലമാണ് തെളിയിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് മുൻഭാഗം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ടൊയോട്ടയാണെന്നുള്ള കാര്യമാണ്. തന്നെയല്ല, നമ്മൾ മലയാളികൾ എപ്പോഴും ടൊയോട്ടയുടെ ഡൈഹാർഡ് ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് സാധ്യത കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട്. വെറുതെ ഒരു പ്രവചനമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ വാഹനത്തെ അടുത്ത് കാണാം. കാരണം ഈ വിറ്റാരയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടെ പറയാം അല്ലേ, അതായത് ടൊയോട്ട ഇപ്പോൾ EVകളുടെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുകയാണെങ്കിലും വളരെ മുമ്പ് തന്നെ RAV4 EVയുമായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-30 വർഷം മുമ്പ് ഇവർ വന്നിരുന്നു. അതിനുശേഷം പക്ഷേ അത്രയധികം മോഡലുകൾ ടൊയോട്ടയിൽ നിന്ന് വന്നില്ല EVകളുടെ കാര്യത്തിൽ. പിന്നീട് സ്ട്രോങ് ഹൈബ്രിഡ്, ഹൈഡ്രജൻ അങ്ങനെയുള്ള പല പുതിയ ഫ്യൂവൽ രീതികളിലേക്ക് മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു വാഹനം വിജയിച്ചാൽ ഒരുപക്ഷെ ടൊയോട്ട കൂടുതൽ EVകൾ കൊണ്ടുവരുമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും അടുത്ത് കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറേ കൂടി ഒരു ബോൾഡ് ലുക്കിംഗാണ് ഈ വാഹനം എന്നുള്ള കാര്യമാണ്. ഈ ഭാഗമൊക്കെ പാടെ മാറിയിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു ബോണറ്റിൻ്റെ ലൈനുകളടക്കമുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ വിറ്റാരയുടെ കാര്യത്തിൽ കുറച്ച് ഒരു ഡള്ളാകാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് അസംബ്ലി ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഒരു മോണോപോഡ് ഗംഭീരമായൊരു ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിലെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡേറ്റ റണ്ണിങ് ലാമ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗ്ലാസ് ഏരിയ പോലെ തന്നെയാണ് മുൻഭാഗം മുഴുവൻ തോന്നുക. EVകളുടെ കാര്യത്തിൽ മുൻഭാഗത്ത് നെടുനീളത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്ന കാര്യം ഇവരും ചെയ്തിട്ടില്ല, ഈ വിറ്റാരയും ചെയ്തിട്ടില്ല എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. കാരണം എല്ലാ വാഹനങ്ങളുടെ മുൻഭാഗത്ത് ഈ LED ലൈറ്റ് സ്ട്രിപ്പ് വന്നൊരു വൃത്തികേടായി തുടങ്ങിയിരുന്നു. ഇവരെല്ലാം അത് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൽ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗം വരുന്നത്. അത് ഈ ഒരു അറ്റം വരെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇവിടെയൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ വിറ്റാരയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇതിന് ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഫോഗ് ലാമ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വളരെ ശുഷ്കമായ അല്ലെങ്കിൽ വിശാലമായ ഈ പറമ്പ് പോലെയാണ് കിടക്കുന്നത്. ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. ഒരു വലിയ ബോഡി പാനൽ മാത്രം കാണാം. പക്ഷേ ഇവിടെ നല്ലൊരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പിൻഭാഗത്തേക്ക് നല്ല എയർ ഫ്ലോ കൊടുക്കുന്നൊരു കാര്യം കൂടിയാണ്. താഴേക്ക് വരുമ്പോൾ വളരെ വലിയൊരു എയർ ഡാമാണ് കാണുന്നത്. അതിനൊക്കെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ചെറിയ എലമെൻറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. അത് അത്ര പെട്ടെന്ന് വ്യക്തമാകുമോ എന്ന് അറിഞ്ഞുകൂടാ.
പിന്നെ ടൊയോട്ടയുടെ ലോഗോ, ഈ ലോഗോ എന്ന് പറഞ്ഞാൽ അല്പം മുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വിറ്റാരയുടെ കാര്യത്തിൽ അല്പം താഴെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് മാറി. പിന്നെ ഈ ഒരു ബോണറ്റ് ലൈൻ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ലംബോർഗിനി റൂസിൻ്റെയൊക്കെ ആ ഒരു ബോണറ്റിൻ്റെ ഒരു രീതി പോലെയാണ്. നല്ല ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഈ ബോൾഡ് ലൈനുകളുമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രൊജക്ഷൻ മേൽഭാഗത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നിയത് മുൻഭാഗത്തിൻ്റെ കാര്യത്തിൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പറയുക ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം. നല്ല ബോൾഡ് ലുക്കിംഗ് എന്ന് മാത്രമല്ല, നല്ല വീതിയാണ്, നല്ല വിഡ്ത്തൊക്കെ തോന്നുന്നുണ്ട്. മുൻഭാഗത്ത് അങ്ങനെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് നല്ല ഹെവി ഒരു സാധനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിൽ 18 ഇഞ്ച് അലോയാണ് കാണുന്നത്. എയറോ വീൽ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം വിദേശത്തൊക്കെ വിൽക്കുന്ന വാഹനങ്ങളിൽ 2 കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത്. ഒന്ന്, ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വേർഷൻ കൂടിയുണ്ട്. കൂടാതെ ഈ ഒരു അലോയ് വീൽ അല്ലെങ്കിൽ വീൽ സൈസ് എന്ന് പറഞ്ഞാൽ 19 ഇഞ്ചാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് 18 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിൻ്റെ വിദേശത്ത് വിൽക്കുന്ന മോഡലുകളിലുള്ള ഉൾഭാഗം ഫുൾ ബ്ലാക്കുമാണ്. ഇതിൽ പക്ഷേ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. മാരുതിയുടെ അതേ ഇൻറ്റീരിയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഹെവി ആയിട്ടുള്ള ക്ലാഡിംഗ് ആണ്. മുൻഭാഗത്ത് നിന്ന് അങ്ങനെ സൈഡ് വഴി എങ്ങനെ കയറി പോകുന്നത്. ഇവിടെയൊക്കെ ഫുൾ ക്ലാഡിംഗ് ആണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം എന്നേ പറയാൻ പറ്റൂ. ഇവിടെ BEV എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ടൊയോട്ടയുടെ EVകൾക്ക് ഇനിയൊരു ബാഡ്ജിങ് ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ബോഡി കളേർഡാണ്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താ പറയുക, ഗ്രാബ് റെയിൽ ഉള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാതെ ഒരു SUV-ഷ് ലുക്ക് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും എന്നറിഞ്ഞൂടെ. അതിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കുള്ള ബോൾഡ് ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല കേട്ടോ. ഈ വിറ്റാരയുമായിട്ട് ഈ ഒരു BEV എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുക പോലുമില്ല ഇത് ഈ വിറ്റാരയാണോ അതോ ഈ ബെല്ലയാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ബെല്ല എന്ന് പറഞ്ഞാൽ മനോഹരം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് സ്പാനിഷ് ഭാഷയിൽ അർത്ഥം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ബെല്ല അതായത് ഇലക്ട്രിക് സുന്ദരി എന്ന ഒച്ചയാണ് ഉദ്ദേശിക്കുന്നത് തോന്നും. ഏതായാലും സുന്ദരിയാണോ സുന്ദരനാണോ എന്നുള്ളത് നമുക്ക് കാഴ്ചയില്ല. ബോൾഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ സുന്ദരൻ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് B പില്ലറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. പക്ഷേ അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു വിൻഡോ ലൈൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഉൾഭാഗത്ത് കയറുമ്പോൾ നോക്കാം. അതുപോലെ ഈ വിറ്റാര പോലെ തന്നെ ഈ ഒരു C പില്ലറിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ബോൾഡായിട്ടുള്ള ലൈനുകൾ ഇങ്ങനെ പിൻഭാഗത്തേക്ക് വന്നു. ഇവിടെ പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ അതും എനിക്ക് തോന്നുന്നു ഈ വിറ്റാര കുറച്ചൊരു മൈൽഡ് ആണ് അതിൻ്റെ പിൻഭാഗം. പക്ഷേ ഇതിൻ്റെ പിൻഭാഗത്ത് കുറച്ചുകൂടി ഭംഗിയുണ്ട്. മുൻഭാഗത്ത് നമ്മൾ കണ്ട ഡേറ്റ റണ്ണിങ് ലാമ്പിൻ്റെ എലമെൻറ്റ്സ് പോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടെയിൽ ലാമ്പിൻ്റെയൊക്കെ എലമെൻസും അതുപോലെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ എലമെൻസൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ക്ലിയർ ലെൻസാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെയും എനിക്ക് തോന്നുന്നു ഈ വിറ്റാരയിൽ ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ. അതെനിക്ക് നാവ് പിഴയാണ്. മയക്കുൽപ്പ എന്ന് പറഞ്ഞാലാണ് എൻ്റെ വലിയ പിഴ. ഏതായാലും ഇവിടെ ഈ ഒരു എലമെൻസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതും കമ്പയർഡ് ടു ഈ വിറ്റാര എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ബാഡ്ജിങ്ങും എനിക്ക് തോന്നുന്നത് ഈ വിറ്റാരയുടെ ബാഡ്ജിങ് കുറച്ചുകൂടെ മുകളിലാണ്. ഇത് അല്പം താഴെയായിട്ടാണ് ഈ ബെല്ല എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുഴുവൻ പറ്റുതാട്ടോ. അർബൻ ക്രൂയിസർ ഈ ബെല്ല എന്നാണ്. അത്ര നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അർബൻ ക്രൂയിസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൊയോട്ട വാഹനമാണ്. അതിൻ്റെ കൂടെ ഈ ബെല്ല എന്നാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഈ ഒരു സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, അതുപോലെ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലായാലും അല്ലാതെ നോക്കിയാലും ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് അതുകൂടെ പറയണമല്ലോ, നമുക്ക് ഈ വിറ്റാര അടക്കമുള്ള വാഹനങ്ങൾ തരുമ്പോൾ മാരുതി ഒന്നും ഒരു സ്പെക്കൊന്നും പറഞ്ഞു തന്നില്ല. കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ തരികയായിരുന്നു. ബാറ്ററി പാക്ക് ഏതാണെന്ന് പോലും നമ്മൾ പറഞ്ഞില്ല. നമുക്കിപ്പം സാധാരണ ഐസ് എഞ്ചിനുള്ള വാഹനമാണെങ്കിൽ ബോണ്ട് തുറന്ന് നോക്കി ഏകദേശം എഞ്ചിൻ മനസ്സിലാക്കാൻ പറ്റും. ഇതിനിപ്പോൾ എവിടെ തുറന്ന് നോക്കി എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഏത് വേരിയൻ്റ് ആണെന്ന് പോലും മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സ്പെക്കൊന്നും തന്നിട്ടില്ല. അതൊക്കെ നമ്മൾ സ്പെക്കല്ല, സ്പെക്കുലേഷനാണ് അധികം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ 2 കമ്പനികളും അത്തരം കാര്യങ്ങളിൽ കുറച്ച് ടൈറ്റ് ലിപ്ഡ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2023 ഈ വാഹനം ഫുൾ റെഡിയായതാണ്. അതിനുശേഷം 3 വർഷം എന്തുകൊണ്ടാണിത് നമുക്ക് ഈ ഒരു വിപണിയിലേക്ക് എത്താൻ താമസം ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹെഡ് മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞത് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി കമ്പനി പറഞ്ഞു പതുക്കെ മതി, നിങ്ങൾ വേണ്ട രീതിയിലെല്ലാ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് തീർത്തിട്ട് ഇറക്കിയാൽ മതി എന്നാണ്. നമുക്കറിയാവുന്ന പോലെ EVകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ്. ഇതിൽ 100% അവർ പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം. മാരുതി ആയതുകൊണ്ട് ടൊയോട്ട ആയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കുകയും ചെയ്യാം. എന്തായാലും 3 വർഷം വെച്ച് പാടിച്ച് വേവിച്ച് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഗംഭീരമായിട്ട് എന്താ പറയുക ചുട്ടെടുത്ത ദോശ പോലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ബെല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ബൂട്ട് സ്പേസിനകത്ത് ഇപ്പോഴും സ്പെക്കുലേഷനാണ്. എങ്കിലും 310 എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് കുടിക്കാൻ തന്ന വെള്ളമൊക്കെ കേട്ടോ, നല്ല തിളങ്ങി നിൽക്കുന്ന സാധനം. താറോക്സ് എടപ്പോയിൽ ഈ ഒരു ബാഗാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഈ 3 സീറ്റുകളും നമുക്കൊരല്പം പിന്നിലേക്കാണല്ലോ സ്ലാൻഡ് ചെയ്യുന്നത് അല്ലേ, മുന്നിലേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി
ബൂട്ട് സ്പേസ് കിട്ടും. കൃത്യമായിട്ട് ഇതുവരെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. എന്നാൽ ഇവിടെ JBLൻ്റെ വലിയൊരു സബ് വൂഫറിൻ്റെയൊക്കെയാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. ഇതിൽ JBL ആണ്, പക്ഷേ ഈ വിറ്റാരയിൽ ഇൻഫിനിറ്റിയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ലൈറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചാർജർ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. സ്പെയർ ടയർ ഉണ്ടോ നോക്കണ്ട, ഉണ്ട്. സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ 310 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്നുള്ള കാര്യം നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞ് അറിയാൻ പറ്റും. കൃത്യമായിട്ട് ഇവർ ആ ഒരു ഫിഗർ വെളിവിട്ടാലേ അറിയാൻ പറ്റും. എങ്കിൽ പോലും UK സ്പെക്ക് ഇത് തന്നെയുണ്ട്. UK സ്പെക്കിലുള്ള വാഹനത്തിൽ 310 ആണെന്നുള്ളത് അവിടുത്തെ റിവ്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 310 ആണെന്ന് വിശ്വസിക്കാം. പിന്നെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി അല്ല ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിച്ചു തന്നെ അടയ്ക്കണം. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിൻഭാഗത്തും മുൻഭാഗത്തുമുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഈ ബോഡി സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങളും അല്ലാതെ മറ്റ് യാതൊരു മാറ്റവും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഇതാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു എസ്തെറ്റിക് സെൻസ് വെച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യമെന്ന് പറയാം. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ ആകെ പറഞ്ഞ ആ ഒരു എന്താ പറയുക മ്യൂസിക് സിസ്റ്റം ഇൻഫിനിറ്റിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഈ കണ്ട JBL ആയിട്ട് മാറി തുടങ്ങിയ വ്യത്യാസങ്ങളെ പറയാനുള്ളെങ്കിൽ പോലും ഇൻറ്റീരിയർ കാണാം. ഈ ബെല്ലയുടെ മുന്നിൽ ഒരാൾ കയറ്റിയെടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഏത് വണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഈ വിറ്റാര എന്നായിരിക്കും. കാരണം ആകെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആകെ അല്ലെന്ന് കണ്ടുപിടിക്കലും മാറി ഈ നടുവിൽ കാണുന്ന ടൊയോട്ട ലോഗോ മാത്രമാണ്. ബാക്കി എല്ലാം ഈ വിറ്റാരയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടൊയോട്ടയുടെ ഈ ബെല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ വിൽക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരുന്നത്. അത് തന്നെ ഇന്ത്യയിൽ കൊടുത്തിരുന്ന ആ ഒരു വ്യത്യാസം തോന്നിയാണ്. ഇതിപ്പം ആ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയിൽ മാക്സിമം ലാഭിച്ചിട്ടുള്ള പരിപാടിയല്ല എല്ലാവരും ചെയ്യുള്ളൂ. അതാണ് ഇപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്കിതിൻ്റെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടാൻ ബ്രൗൺ എന്ന് എനിക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ എൻ്റെ BMW എടുത്തപ്പോൾ ആദ്യം ചെയ്ത് ടാൻ ബ്രൗൺ ആക്കുക, സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ബ്ലാക്കും രണ്ടും എൻ്റെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ആയതുകൊണ്ട് ഐ ആം എ ഹാപ്പി മാനാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഫുൾ ബ്ലാക്കാണ് കുറച്ചുകൂടി രസമായിരുന്നു എന്ന് തോന്നിയേക്കാം. പിന്നെ ഫിസിക്കൽ സ്വിച്ചുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്ന കുറച്ച് ഫിസിക്കൽ സ്വിച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഈ സ്ക്രീനിൽ പിടിച്ചുള്ള കളിയൊന്നും വേണ്ട. വോളിയം കൺട്രോളൊക്കെ മതി കൊടുക്കാം. 10 സ്പീക്കറിൻ്റെ ഒരു JBL സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആ മൂലയിലൊരു നല്ല ട്യൂട്ടറൊക്കെ JBL ട്യൂട്ടറൊക്കെ പില്ലറിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. മറ്റേ ഇതിൽ ഇൻഫിനിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല രസമുള്ള AC വെൻറ്റുകളൊക്കെയാണ്. അതിൻ്റെ ആ ഒരു ഡിസൈൻ രീതിയൊക്കെ നല്ല രസമുണ്ട്. അതെല്ലാം നല്ല ഭംഗിയാണ്. നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. ആ കാര്യത്തിൽ ആ സംശയമുള്ള നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ഗിയറിലാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് 10.1 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ വലിയൊരു ഡ്രൈവർ ഡിസ്പ്ലേയും കൊടുത്തിരിക്കുന്നു. ഇതിലെ കളേഴ്സും അത്തരം ആ ഒരു ഇൻ്റർഫേസൊക്കെ നല്ല രസമായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇതിൽ 101 കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ iConnect എന്ന് പറഞ്ഞിട്ട് ടൊയോട്ടയുടെ ആപ്പുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടാതെ നമുക്ക് മൊബൈൽ ഫോൺ ഇതിൽ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ട് മ്യൂസിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. പിന്നെ വെഹിക്കിളിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് റേഞ്ച് 322 കിലോമീറ്റർ, ആവറേജ് പവർ കൺസംഷൻ 4.8 കിലോമീറ്റർ പെർ കിലോ വാട്ട്. നമ്മളിപ്പോൾ ഈ ഡ്രൈവിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് ഇതൊരു റിയൽ വേൾഡ് മൈലേജായിട്ട് കണക്കാക്കേണ്ട, അല്ല റേഞ്ചായിട്ട് കണക്കാക്കേണ്ട. കാരണം നമ്മളെപ്പോഴും നിർത്തുക, ഷൂട്ട് ചെയ്യുക, അത്തരം പരിപാടികളുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, EV ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. റീജനറേഷൻ, ബൂസ്റ്റുകൾ, അത്തരം പല കാര്യങ്ങളുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആപ്പുകൾ, പലതരത്തിലുള്ള ആപ്പുകൾ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ടുള്ള അത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കാരണം എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ഹുണ്ടായ്ക്കാരൊക്കെ ചിരിക്കും. അതിനകത്തൊക്കെ ഇതിൽ 101 അതിൽ 1001 കണക്റ്റിവിറ്റി ഫീച്ചേഴ്സാണല്ലോ അതിലേക്ക് വരുന്നത്. അതുപോലെ കണക്റ്റഡ് ഫീച്ചേഴ്സ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുമെങ്കിലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ പകർന്നെഴുതിയിരിക്കുന്നത് അതവിടെ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്ലോട്ടിംഗ്
മീറ്റർ കൺസോൾ എന്നാണ് പറയുന്നത്. ഇതെന്തായിരുന്നു? GPS ട്രാക്കർ കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് ഓടിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി GPS ട്രാക്കർ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല. ഇവിടെ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇഷ്ടം പോലെ കേട്ടോ. അതൊക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ പറഞ്ഞാൽ ഇവിടെയും നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാം. ഈ ഫ്ലോട്ടിംഗ് കൺസോൾ ആയതുകൊണ്ട് അത് ഭംഗിയായിട്ടുണ്ട്. ഈ ഭാഗം നല്ല ഭംഗിയാണ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വൺ പെഡൽ ഡ്രൈവിങ്, അതായത് നമുക്ക് ക്രീപ്പ് ഫംഗ്ഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. സ്നോ, ഇവിടെ ഡ്രൈവ് മോഡുകളാണ്. അതെന്തൊക്കെയാണ്? കനോട്ട് എന്താ എഴുതി കാണിച്ചേ നോക്കട്ടെ. കനോട്ട് അത് ഏതായാലും മനസ്സിലായത്. ഇപ്പോൾ ഈ ഡോറൊക്കെ തുറന്നിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഇത് മോഡുകളൊക്കെയാണ്. ട്രാക്ഷൻ മോഡ്, ഇവിടെ ഡ്രൈവ് മോഡുകൾ. ഡ്രൈവ് മോഡിൽ സ്പോട്ട്, ഇക്കോ, രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. 2 മോഡ് അതിലുണ്ട്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് ഉപയോഗിക്കാവുന്ന ഇത്, പിന്നെ ട്രാക്ഷൻ മോഡ്, ഡ്രൈവ് മോഡ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡെമ്മി സ്വിച്ച് മാത്രമാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഈ ഒരു ഡ്രൈവ് സെലക്ടറാണ്. അത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചത് റിവേഴ്സിലേക്ക് വീണു. ന്യൂട്രൽ, ഡ്രൈവ്, ഇത് പാർക്ക്. വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഇത് എന്തായിരുന്നു? ബ്രേക്ക് ഹോൾഡ് അതിനുള്ള സ്വിച്ച് അവിടെ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഇത് വലിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന അത്രയും സ്പേസ് ഇവിടെയുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സീറ്റാണ്. സീറ്റിൻ്റെ ഈ ഒരു കുഷനിങ് അടിപൊളിയാണ്. ഈ നടുക്ക് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക് ആയതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ട്, സുഖമായിട്ടിരിക്കാം. 2 വെൻറ്റിലേറ്റഡ് സീറ്റാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. 10 വേ അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നടുവ് താങ്ങി എന്ന് വിളിക്കുന്ന നടുവിലേക്ക് ഒരു ഉണ്ട മുളച്ച് വരുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ആ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നടുവിനൊക്കെ സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് ചേർന്നിരുന്ന് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. സ്പേസ് ഒട്ടും മോശമല്ല. 2700 മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ സ്പേസാണ്. അത് അകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ അനുഭവിക്കാനും സാധിക്കും. പിന്നെ നല്ല സീറ്റിംഗ് പൊസിഷനൊക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. കണ്ടോ, പലതരത്തിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് സുഖമായിട്ട് കാണാം. ഡോർ പാഡിൽ 2-3 ബോട്ടിലൊക്കെ വയ്ക്കാം. പിന്നെ നല്ല ആംബ്രസ്റ്റ്, നല്ല ഭംഗിയുള്ള ഒരു ഡോർ പാഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ടാൻ ബ്രൗണും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കിൻ്റെ തന്നെ ഒരു കുറച്ച് ടെക്സ്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഗംഭീരമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2 കമ്പനികൾ ചേർന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതൊന്നും മോശമില്ല. പിന്നെ നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഈ വിറ്റാർ നമ്മൾ ഓടിച്ചപ്പോഴത്തേക്ക് ഏത് വേരിയൻ്റാന്ന് പോലും അറിയാത്തതുകൊണ്ട് നമ്മൾ സൺറൂഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് എൻട്രി ലെവൽ വേരിയൻ്റ് ആയിരുന്നു. 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലായിരുന്നു. 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലാണ് അതിൻ്റെ അടുത്ത ലെവൽ. അതിലെല്ലാം ഈ ഒരു സൺറൂഫ് ഉണ്ട്. ഇതും ഹ്യുണ്ടായിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് പനോരമിക് സൺറൂഫ് എന്ന് ഇവർ വിളിക്കുന്നത് കേട്ടോ. പക്ഷേ ഹ്യുണ്ടായുടെയും MGയുടെയും പിന്നെ അതായിരുന്നു കിയ, അതിൻ്റെയൊക്കെ പുതിയ മറ്റ് ഇലക്ട്രിക് ഇപ്പോൾ BYD ഒക്കെ ആണെങ്കിൽ അങ്ങേയറ്റം വരെയുള്ള മൂൺ റൂഫ്. അപ്പോൾ ഇവരത് പനോരമിക് സൺറൂഫ് എന്ന് വിളിക്കുമ്പോൾ അവരൊക്കെ ചിരിച്ചേക്കാം. എങ്കിലും ഇവരെ സംബന്ധിച്ചത് പനോരമിക്കാണ്. ഈവൻ ഇവർക്കുണ്ടല്ലോ പനോരമിക് സൺറൂഫ്. എന്നിട്ട് എന്താണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് അറിഞ്ഞുകൂടാ. തന്നെ ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് തുറന്ന് കുട്ടികൾ തല വെളിയിലിട്ട് നിൽക്കില്ല എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയല്ല. ഇനി ഇവിടെ ഉണ്ട് കേട്ടോ, ഈ സാധനം ഉണ്ട്. ഇത് പറയാൻ വിട്ടുപോയി. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ അടക്കമുള്ള കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അത് നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ ഈ താഴെയായിട്ടൊക്കെ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. വളരെ ഗംഭീരമായ ഡിസ്പ്ലേ ആണ്. ഡ്രൈവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 72% ചാർജിലാണ് 322 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളും മറ്റേ മിറർ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ മറ്റേ 360 ക്യാമറ എന്ന് പറയുന്ന സാധനം. ഇതാ വരുന്നു, കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നു. പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മോശമല്ല. നല്ല ബ്രൈറ്റ്നസ്സൊക്കെയുള്ള നല്ല സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല, ഈ സ്ക്രീൻ നേരെ മുന്നിൽ തന്നെയാണെങ്കിലും ഇതങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒട്ടും തടസ്സം തരാത്ത വിഷ്വൽ കിട്ടുന്നുമുണ്ട്. പന്ത് കളിക്കാൻ സ്ഥലം അതാണത്. എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇതിപ്പം മുന്നിലേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത്. ഇത് അല്പം പിന്നിലേക്കുമാണ്. ഇഷ്ടം പോലെ സ്ഥലം എന്ന് മാത്രമല്ല വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് 4 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ സാധിക്കുന്നുള്ളൊരു സംശയമില്ല. പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്നൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയത് മറിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതാണ് പുതിയ സംവിധാനം. ഇതിപ്പോൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയൊരു മോഡൽ വന്നപ്പോൾ MPV വന്നപ്പോൾ മുന്നിൽ തന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്. അതായത് വേണമെങ്കിൽ പണ്ട് അംബാസഡർ ഇരുന്ന പോലെ 3 പേർക്ക് ഇരിക്കാം. കാമുകി കാമന്മാർക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അകന്നിരിക്കാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനമുണ്ട്. ഇതിങ്ങനെ മടക്കിയാൽ അതവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ആവുകയും ചെയ്യും. ആ സംവിധാനം ഇത് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. 2 കപ്പ് ഹോൾഡേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബൂട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ കൈയിട്ടെടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചാൽ സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് കാര്യമായ രീതിയിൽ മുന്നോട്ടും പിന്നിലേക്കും ഒക്കെ ഒന്ന് തള്ളാനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ബൂട്ടിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റുകയും ഇവിടെ ഇരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്താൽ വീണ്ടും ബൂട്ട് സ്പേസ് കാര്യമായ രീതിയിൽ വർദ്ധിക്കും എന്നുള്ളത് നല്ലൊരു സംഭവം തന്നെയാണ്.
നല്ല സീറ്റിംഗ് പൊസിഷനാണ്, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. അത് മുന്നിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വിൻഡോ ലൈൻ അല്പം ഉയർന്നാണെങ്കിലും അങ്ങനെ വലിയൊരു ശല്യം ഉണ്ടാക്കുന്ന രീതിയിലൊന്നുമില്ല. ഇവിടുത്തെ ഡോർ പാഡിലും ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സീറ്റിൻ്റെ കുഷനിങ്ങും അതിൻ്റെ ഒരു സുഖവും തീർച്ചയായിട്ടും നല്ല സുഖം തന്നെ എന്ന് പറയാം. കാരണം ഈ ഒരു ഫാബ്രിക് സാധനം ഇവിടെയും തുടരുന്നുണ്ട്. മേൽഭാഗത്തൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്രാംഡായിട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്കിഷ്ടമായി. അല്ലെങ്കിലും രസമുള്ളൊരു ഇൻറ്റീരിയർ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാൻ ബ്രൗണും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷനാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ടോ, ഞാൻ ഓടിച്ച് നോക്കിയെങ്കിൽ നമുക്ക് ഇനി ഷൂട്ടിൻ്റെ ഭാഗമായുള്ള അടുത്ത ഓടിക്കൽ ചെയ്യാം. നമ്മളപ്പോൾ വളരെ വിശദമായിട്ട് ഈ വിറ്റാര നമ്മുടെ സ്വന്തം റോഡിൽ കളമശ്ശേരിയിൽ ഓടിച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. എങ്കിൽ പോലും വളരെ ഒരു വെൽ വെയ്റ്റഡ് വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ റോഡ് ഗ്രിപ്പൊക്കെ നല്ല ഗംഭീരമാണ്. ഇതിൻ്റെ ഒരു 4 വീൽ ഡ്രൈവിൻ്റെ ആവശ്യം പോലുമില്ല, ആ രീതിയിൽ റോഡ് ഗ്രിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി ഒന്നും കമ്പനി മാരുതിയും പറയുന്നില്ല, ഇവരും പറയുന്നില്ല. എന്താണ് ശരിക്കും ഇതിൻ്റെ സസ്പെൻഷൻ സംഭവങ്ങളൊന്നും പറഞ്ഞില്ല. എന്തായാലും നല്ല സസ്പെൻഷനാണ്. നല്ല എന്താ പറയുക, ചെറിയ ഹമ്പുകളൊന്നും ചാടി വലിയ ബഹളം ഉണ്ടാക്കാതെ പോകുന്നു വൈറ്റ്. അപ്പോൾ അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കുന്ന സസ്പെൻഷൻ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ഒരു ഡ്രൈവാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചവിട്ടിയാൽ ഇങ്ങനെ പോകും. പലപ്പോഴും നമ്മൾ ഓടിക്കുന്ന മറ്റ് പല വാഹനങ്ങളെക്കാളും കുറച്ചുകൂടി ഒന്ന് കൺട്രോൾഡാണ് ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ എന്നുള്ളതാണ് ഒരു രസമുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം, സേഫായിട്ടുള്ള കാര്യം. പിന്നെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അത് കിട്ടുമെന്നുള്ളൊരു സംശയമില്ല. പിന്നെ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ വേരിയൻസിനും 7 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിനായാലും ഏതിനായാലും 7 എയർ ബാഗുകൾ. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ്, ABS, EBD, ഫ്രണ്ടിലൊക്കെ പാർക്കിംഗ് സെൻസേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹോൾഡും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ പക്കയാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഉള്ളത് ബാറ്ററിയുടെ കാര്യമാണ്. ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞത് 2 ബാറ്ററി പാക്കുകളാണുള്ളത്. അതിൽ ഒരു വേരിയൻറ്റ് മാത്രമാണ് 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉള്ളത്. ബാക്കി 2 വേരിയൻസ്, ആകെ 3 വേരിയൻസ് ആണുള്ളത്. ബാക്കി 2 വേരിയൻസിലും 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ മോട്ടർ എന്ന് പറയുന്നത് രണ്ടിലും സെയിം തന്നെയാണ്, 193 ന്യൂട്ടൺ മീറ്ററാണ്. മാരുതിയുടെ കാര്യത്തിൽ 3 ന്യൂട്ടൺ മീറ്റർ കൂടുതൽ ടോർക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് തോന്നുന്നത് അച്ചടിപ്പിച്ചാലാണെന്ന് കേട്ടോ. അല്ലാതെ ഈ ഒരേ സെയിം മോട്ടറും സെയിം ടോർക്കും ആകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ റേഞ്ച് ആദ്യത്തേന് 440, രണ്ടാമത്തേന് 543 കിലോമീറ്ററുമാണ് മാക്സിമം റേഞ്ച് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷമായിട്ട് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വലിയ കാര്യങ്ങൾ പറയാനില്ല, കാരണം നമ്മൾ ഈ വിറ്റാറിൻ്റെ കാര്യത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിനകത്ത് ട്രസ്റ്റ് ചെയ്യാവുന്ന ഈ 2 കമ്പനികളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ പക്കയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി വില കൂടെ പ്രഖ്യാപിക്കണം. കാരണം വില എന്ന് വെച്ചാൽ മാരുതി ഇത് വിഭാവനം ചെയ്ത കാലത്ത് ഇത്രയധികം EVകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ EVകളുടെ കളിയായതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു നമുക്കറിയാവുന്ന വിലകൾ, ആ വിലകൾക്കുള്ളിൽ നിന്നില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും മാരുതിയും ടൊയോട്ടയും നേരിടാൻ പോകുന്നത്. അതർവൈസ് നന്നായിട്ട് വിൽക്കാൻ സാധ്യതയുള്ള മോഡലാണ്. എന്ന് തന്നെയുമല്ല, ഇത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാരുതിയുടെയും ടൊയോട്ടയുടെയും ധാരാളം EVകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാറ്ററി വാറൻറ്റിയാണ്. കാരണം ലൈഫ് ടൈം വാറൻറ്റി അല്ലെങ്കിൽ 15 വർഷം വാറൻറ്റി എന്നൊക്കെ പറഞ്ഞ് MG ഒക്കെ കിടന്ന് കളിക്കുമ്പോൾ, പക്ഷേ ഇത്രയൊന്നും ഇവർ പറയുന്നില്ല. 8 വർഷത്തെ വാറൻറ്റിയാണ് ബാറ്ററിക്ക് പറയുന്നത്. ഇതിലെ ബാറ്ററി, അതും കമ്പനി പറയുന്നില്ലെങ്കിൽ പോലും കേട്ടറിവ് വെച്ചിട്ട് ഇത് ബ്ലേഡ് ബാറ്ററിയാണ്, BYD നിർമ്മിച്ചു കൊടുക്കുന്ന ബ്ലേഡ് ബാറ്ററിയാണെന്നാണ് അറിയുന്നത്. എന്തായാലും അത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്.
ഇവർ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് 60% ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. അതിനെപ്പറ്റിയും ഡീറ്റെയിൽസ് അധികം വന്നിട്ടില്ല. അതുകൂടാതെ നമ്മൾ MGയുടെ കാര്യത്തിൽ കേട്ടൊരു കാര്യമുണ്ട്, ബാസ് എന്ന് പറയുന്ന സാധനം. അതായത് ബാറ്ററി നമുക്ക് എന്താ പറയുക ലീസ് ചെയ്യാവുന്ന ആ സംവിധാനം അതുകൊണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, അതുണ്ട് എന്ന് മാത്രമാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം മാരുതി അല്ലെങ്കിൽ ടൊയോട്ട അവർ ചെയ്യാവുന്നതല്ലേ പറയുള്ളൂ. അപ്പോൾ അവർ അത്യാവശ്യം അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ കാണുന്ന ഒരു കോട്ട കാണുന്നതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ജന്മകോട്ടയല്ലല്ലേ, ജന്മസ്ഥലം തുള്ള കോട്ട എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാംഗ്ലൂർ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പറയണം, ഞാൻ പണ്ടൊരിക്കൽ അത് വന്ന് കണ്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ അമ്പലമൊക്കെ കൊടുത്തിട്ടുമുണ്ട്, പണിതിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിനോട് വിട പറയാൻ സമയമായി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ. വീണ്ടും നമ്മുടെ പറമ്പിലേക്ക് പോയി അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആ പറമ്പിൽ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഇനി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം ഒന്ന് പോയി നോക്കാം. ഓക്കെ. അപ്പോൾ 440 543 റേഞ്ചുള്ള 2 ബാറ്ററി പാക്കുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എത്രത്തോളം ഓട്ടം ഉണ്ടെന്ന് നോക്കി എടുക്കുക. എനിക്കൊന്ന് 543 എന്ന് പറഞ്ഞാൽ 420 430 കിലോമീറ്റർ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ 2 കമ്പനികളും അങ്ങനെ വലിയ നുണ പറയുന്നവരല്ല, മാരുതി ആയാലും അതുപോലെ തന്നെ ടൊയോട്ട. അതുകൊണ്ട് ഏകദേശം ഇതൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി വില എന്ന് പറയുന്നത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മാരുതി ആണെങ്കിൽ പണ്ടേ ഈ വണ്ടി കാണിച്ചിട്ട് ഇതുവരെ വില പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വീണ്ടും ഈ 3 വർഷം മുമ്പ് ഡെവലപ്പ് ചെയ്തതിനേക്കാളൊക്കെ എത്രത്തോളം പല കാര്യങ്ങൾക്കും വില കൂടി എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 20 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വില വരാനുള്ള സാധ്യതയുണ്ട്. 18 ലക്ഷത്തിലൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഇവരുടെ 2 പേരുടെയും ഇഷ്ടംപോലെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. തന്നെയല്ല ഇതിനുവേണ്ടി തന്നെ 2500 ടെക്നീഷ്യൻസിനെ പൂർണ്ണമായിട്ടും EVകളെ പറ്റി പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഈ 2 ഡീലർഷിപ്പിലുമായിട്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ടൊയോട്ട മാത്രം കേട്ടോ, മാരുതി അല്ല, ടൊയോട്ട മാത്രം 2500 ടെക്നീഷ്യൻസിനാണ് ഈ ഒരു വണ്ടിയെപ്പറ്റി പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ഹോം ചാർജർ തരും. ബാക്കി ഇവരുടെ ഡീലർഷിപ്പുകളൊക്കെ ചാർജർ ഉണ്ടാകും. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര നേരം എടുക്കും ചാർജ് ചെയ്യാന്നുള്ള കാര്യത്തിലൊക്കെ ടൈറ്റ് ലിപ്ഡാണ് ഈ 2 കമ്പനികൾ. അതുകൊണ്ട് അറിഞ്ഞുകൂടെ. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 25 മിനിറ്റിൽ 80% ഒക്കെ ഫാസ്റ്റ് ചാർജിങ്ങിലാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ 7-8 മണിക്കൂർ വരെ ആകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന വാഹനമാണ്. പിന്നെ റിലയബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, 3 വർഷം മുമ്പ് ഈ വണ്ടി റെഡിയാക്കി വെച്ചിട്ട് ഇതുവരെ മാരുതി വെളിവിടാത്ത സോഫ്റ്റ്വെയർ ഇഷ്യൂസ് തീർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കൺസേൺഡാണ് ഈ കസ്റ്റമേഴ്സിനെ പറ്റി 2 കമ്പനികൾ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ തലവേദനയൊന്നുമില്ല കൊണ്ടു നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ വിറ്റാരെ കണ്ടപ്പോൾ കണ്ട ഒരു ഡൾനെസ് ഇതിനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഗംഭീരമായ മുഖഭാവമുള്ള ഒരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഇതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പറമ്പിൽ നിന്ന് പോവുകയാണ്. വീണ്ടും അടുത്ത 2 ആഴ്ച നമുക്ക് വീണ്ടും ഇവിടെ ഈ പറമ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറമ്പ് മറ്റാരും സ്വന്തമാക്കാതിരിക്കട്ടെ, ഇവിടെ വില്ല പ്രോജക്റ്റ് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.